ജയിൻറ്റ് പലോറ. പലോറയുടെ തന്നെ ജയിൻറ്റ് പലോറ കുറച്ചുകൂടി വലിപ്പമുള്ള ഫ്രൂട്ടാണ്. ഇത് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകും. ഈ കമ്പനി ഈ ബ്രാഞ്ചിൽ ഈ ബ്രാഞ്ചിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകും. വേറെ രീതിയിലാണ് ചെയ്യാൻ പോകും. പുതിയൊരു രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്ന കാണിച്ചാൽ ഇതിൻ്റെ ടോപ്പ് ഒക്കെ കട്ട് ചെയ്ത് ഈ പലോറ ഇവിടെ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ വെക്കാനാണ് ഉദ്ദേശം. പകുതി ഇതിൻ്റെ പകുതി ഭാഗം ഇതിൻ്റെ മോഡിൽ, ബാക്കി പകുതി ഈ സൈഡിൽ വരുന്ന രീതിയിലാണ് കഴിയും. പലോറ മൊത്തത്തിൽ അതിൻ്റെ ബ്രാഞ്ചുകളൊക്കെ വളരെ വണ്ണം മറ്റുള്ളതിന് അപേക്ഷിച്ച് വണ്ണം കുറഞ്ഞതാണ്. ഇത് വണ്ണം കുറഞ്ഞതിൽ വണ്ണം കൂടിയതാണ്. അപ്പോൾ ഈ വണ്ണം കുറഞ്ഞ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് ചെയ്യണം. ഈ സൈഡ് കുറച്ച് കാമ്പിയൻ കാണുന്ന രീതിയിൽ കട്ട് ചെയ്തു. പിന്നെ ഇത് 2 പീസാക്കിയാണ്. സെൻറ്റർ വെച്ച് കട്ട് ചെയ്തു. സെൻറ്റർ വെച്ച് കട്ട് ചെയ്ത് ഇതിൻ്റെ ഈ ഭാഗം ഇവിടെ വരുന്ന രീതിയിലാണ് ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് ടേപ്പ് ചെയ്യുക. ഈ സെൻറ്ററിലെ മുള്ളുകൾ മാത്രം വെച്ചിട്ട് മറ്റത് വേറൊരു പീസ് വേറെ ഒന്നിലും ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. 2 ഗ്രാഫ്റ്റ് ചെയ്യണം. ഇവിടെ വെച്ച് ഒട്ടിച്ച് വെച്ച് കറക്റ്റായിട്ടുണ്ട്. ഈ മുളകളിൽ നിന്ന് മറ്റു മുളകളൊക്കെ പതുക്കെ കളയണം. ഈ മുളക് ഇതിൽ നിന്ന് ഈ 2 മുളകിൽ നിന്ന് ഒരു ജയിൻറ്റ് പലോറ എഴുതി വെക്കണം. ജയിൻറ്റ് പലോറ. ഇനി അതിൻ്റെ മറ്റേ പകുതി പീസുണ്ട്, അത് വേറെ പീസിൽ അതും ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. സെൻറ്റർ പീസ് ഇത് വേറൊരു ബ്രാഞ്ചിൽ എൻ്റെ സെൻറ്റർ പീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഫിറ്റ് ചെയ്യും.